നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് മിൽക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് ആ ഒരു വെർമസലിലേക്ക് വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് 1 ലിറ്റർ പാല്, ഇനി മധുരത്തിനായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർത്ത് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് തിളച്ച് തിക്കായി കിട്ടും കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് കട്ടിയിലൊന്ന് ഗ്ലേസിലായിട്ട് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടുവെള്ളത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മൾ ട്രേ എടുക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈറ്റ് നോക്കിയിട്ടുള്ള ട്രേ വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. ഞാൻ ഈ ഒരു സൈസിലേക്ക് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. പിന്നെ വെർമസലിയാണ് കേട്ടോ വേണ്ടത്. തീരെ കനം കുറഞ്ഞ ടൈപ്പ്. ഞാനിവിടെ ഒരു കുനാഫ വെർമസലിയാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഓരോ പീസും നമ്മൾ ആദ്യം ആ ഒരു കോൺഫ്ലവറിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ആ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു വെർമസലി വെച്ചൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അധികം ചൂടിലാണെങ്കിൽ ഇത് പെട്ടെന്ന് പുറമേക്കങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് 2 സൈഡും നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡിലേക്കും കൂടി ഒന്ന് ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കളറിലേക്ക് കിട്ടുമ്പോൾ മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചുരുവടി കഴിക്കാൻ വേണ്ടി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ആ ഒരു പുറമേക്ക് നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പിയായിട്ട് വരാം. താങ്ക്